Welcome to NCERT Plus 1 and Plus 2 Physics. അപ്പോൾ നമ്മൾ ഓസിലേഷൻസ് ചാപ്റ്റർ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT എക്സസൈസ് പ്രോബ്ലംസ് ആണ്. ഓക്കെ, സോ നമ്മൾ NCERT നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള NCERT എക്സസൈസ് പ്രോബ്ലംസ് എന്നിട്ട് നോക്കാൻ പോവാണ്. ഇത് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Which of the following examples represent periodic motion? കുറെ ഇപ്പം ഇവിടെ ABCD ഇത്തരം തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഏതാണ് പീരിയോഡിക് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പീരിയോഡിക് ആവണമെന്ന് പറയുമ്പോൾ എന്താണ്? ഡെഫിനിറ്റ് ടൈം പീരീഡിൽ അത് റിപ്പീറ്റ് ആവണം അല്ലെ? ഇപ്പൊ ഏതാന്ന് നോക്കാം. എ സ്വിമ്മർ കംപ്ലീറ്റിംഗ് വൺ ട്രിപ്പ് ഫ്രം വൺ ബാങ്ക് ഓഫ് എ റിവർ ടു ദ അതർ ആൻഡ് ബാക്ക്. ഇപ്പൊ ഒരു സ്വിമ്മർ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് നീന്തിയിട്ട് തിരിച്ചു വരികയാണ്. നമുക്കറിയാം ഇത് അയാൾ അങ്ങോട്ട് പോയി, ഇതൊരു ടു ആൻഡ് ഫ്രോ മോഷൻ ഇല്ലായിരുന്നു, അപ്പുറത്തേക്ക് പോയി തിരിച്ചപ്പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇതിനെന്താണ്? ഇറ്റ് ഡസന്റ് ഹാവ് എ ഡെഫിനിറ്റ് ടൈം പീരീഡ് ഇല്ല ഇതിന്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ദിസ് ഇസ് നോട്ട് എ പീരിയോഡിക് മോഷൻ. ഒരു പീരീഡ്, ഇതിന്റെ പീരീഡ് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ദിസ് ഇസ് നോട്ട് എ പീരിയോഡിക് മോഷൻ. ഓക്കെ, ഞാനിത് ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് സെക്കൻഡ് ഇത് നെക്സ്റ്റ് സ്ലൈഡിലുണ്ട്. സോ ബി മാത്രം നോക്കാം. എ ഫ്രീലി സസ്പെൻഡഡ് ബാർ മാഗ്നറ്റ് ഡിസ്പ്ലേസ് ഫ്രം ഇറ്റ്സ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആൻഡ് റിലീസ്ഡ്. ഒരു ബാർ മാഗ്നറ്റ് റിലീസ് ചെയ്തിരിക്കുകയാണ്. അതൊരു ബാർ മാഗ്നറ്റ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഈ മാഗ്നറ്റിന്റെ ഓസിലേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് പീരിയോഡിക്. ഓക്കെ, മാഗ്നറ്റ് ഒരു ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിൽ ഇങ്ങനെ ഈ ഓസിലേഷൻസ് അതിന്റെ ആ ഒരു മെയിൻ പൊസിഷനിൽ വന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ പീരിയോഡിക് മോഷൻ. ഹൈഡ്രജൻ മോളിക്യൂൾ റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ് സെന്റർ ഓഫ് മാസ്. ഓക്കെ, ഈ ഹൈഡ്രജൻ മോളിക്യൂളിന്റെ റൊട്ടേഷനും ഇതുപോലെ തന്നെ ഒരു പീരീഡ് നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും. ഒരു റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ അതിങ്ങനെ റൊട്ടേഷൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ തന്നെ അത് തിരിച്ചു വരുന്നുണ്ട്. സോ അതിന്റെ ആ ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓൾസോ എൻ എക്സാമ്പിൾ ഓഫ് പീരിയോഡിക് മോഷൻ. ആരോ റിലീസ്ഡ് ഫ്രം എ ബോ. ഇത് നമുക്കറിയാം, ആരോ റിലീസ് കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു പോലും വരുന്നില്ല. സോ അതിന് നമ്മളൊന്നും ചിന്തിക്കണം, തിരിച്ച് ടു ആൻഡ് ഫ്രോ മോഷൻ പോലും അല്ല. സോ എന്താണ്? ദിസ് ഇസ് നോട്ട് എ പീരിയോഡിക് മോഷൻ. തിരിച്ചു തന്നെ വരുന്നില്ല, പീരീഡ് ടു ആൻഡ് ഫ്രോ മോഷൻ പോലും അല്ല. സോ ദിസ് ഇസ് നോട്ട് എ പീരിയോഡിക് മോഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾസ് റെപ്രസെന്റ് നിയർലി സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് വിച്ച് റെപ്രസെന്റ് പീരിയോഡിക് ബട്ട് നോട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾ റെപ്രസെന്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ നിയർലി സിമ്പിൾ ഹാർമോണിക് മോഷൻ അത് റെപ്രസെന്റ് ചെയ്യുന്ന ഏതൊക്കെയാണ്? ആൻഡ് വിച്ച് റെപ്രസെന്റ് പീരിയോഡിക് ആണ് പക്ഷെ സിമ്പിൾ ഹാർമോണിക് അല്ല. അങ്ങനത്തെ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദ റൊട്ടേഷൻ ഓഫ് എർത്ത് അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. എർത്ത് അതിന്റെ ആക്സിസിൽ നിന്നും റൊട്ടേറ്റ് ചെയ്യണം. നമുക്കറിയാം ദിസ് ഇസ് എ പീരിയോഡിക് മോഷൻ. ബിക്കോസ് എന്താണ്? അത് കറങ്ങി വീണ്ടും ദ മോഷൻ ഈസ് റിപ്പീറ്റിംഗ്. പക്ഷെ ഇതെന്ന് പറയുന്ന ഒരിക്കലും SHM അല്ല. ഓക്കെ, കാര്യം നമുക്കൊരു എർത്ത് ഒരു മെയിൻ പൊസിഷനിൽ നിന്ന് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് പിന്നെ മെയിൻ പൊസിഷനിലേക്ക് തിരിച്ചു വന്നു, അങ്ങനെയല്ലല്ലോ റൊട്ടേഷൻ. ഇങ്ങനെ അങ്ങ് റൊട്ടേറ്റ് ചെയ്യുകയാണ് ഇവിടെ. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? പീരിയോഡിക് മോഷൻ ആണ് പക്ഷെ SHM അല്ല. മോഷൻ ഓഫ് എൻ ഓസിലേറ്ററി മെർക്കുറി കോളം ഇൻ എ യൂട്യൂബ്. അപ്പം ഈ ഒരു മോഷൻ ഇതെന്ന് പറയുന്നത് SHM ആണ്. ഓക്കെ, ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ആൻ SHM. അത് യൂട്യൂബിൻ്റെ അകത്തെ മെർക്കുറി കോളത്തിന്റെ ഓസിലേഷൻ എന്ന് പറയുന്നത്. കാര്യം ആ ഒരു സെർട്ടൺ പീരീഡ് ഓഫ് ടൈമിൽ മെർക്കുറി അതിന്റെ ആ ഒരു ഫിക്സഡ് പൊസിഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മൂവ്മെന്റ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് എക്സാമ്പിൾ ഫോർ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. നെക്സ്റ്റ് വൺ, മോഷൻ ഓഫ് ബോൾ ബെയറിംഗ് ഇൻസൈഡ് എ സ്മൂത്ത് കർവ്ഡ് ബോൾ. ഇത് നമ്മൾ ഓൾറെഡി ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ കണ്ട ഒരു എക്സാമ്പിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കർവ്ഡ് ബോളിന്റെ താഴെ ഒരു ബോൾ അതിങ്ങനെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ്. വെൻ റിലീസ് ഫ്രം എ പോയിന്റ് സ്ലൈറ്റ്ലി അബവ് ദ ലോവർ മോസ്റ്റ് പോയിന്റ് കുറച്ച് മുന്നേ ഇങ്ങനെ റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചെയ്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഓക്കെ, ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എൻ SHM. നമ്മൾ ഓൾറെഡി എനിക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്താണ്? ഇവിടെ ബോൾ എന്ന് പറയുന്നത്
ഒരു മീൻ പൊസിഷനിൽ നിന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജനറൽ വൈബ്രേഷൻസ് ഓഫ് എ പോളിഅറ്റോമിക് മോളിക്യൂൾ അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് ദിസ് ഇസ് പീരിയോഡിക് ആണ് ഈ വൈബ്രേഷൻ, ബട്ട് നോട്ട് SHM. ഇത് SHM അല്ല. പോളി ആറ്റമിക് മോളിക്യൂളിന് ഒരുപാട് നാച്ചുറൽ ഫ്രീക്വൻസീസ് ഉണ്ട്. അപ്പം ആ വൈബ്രേഷൻ ഒരുപാട് നാച്ചുറൽ ഫ്രീക്വൻസീസ് ഉണ്ട്. അപ്പൊ ആ വൈബ്രേഷൻ എന്ന് പറയുന്നത് ജനറലി അതിന്റെ ഈ ഒരു ഒരുപാട് ഫ്രീക്വൻസിയിലെ വൈബ്രേറ്റ് ചെയ്യും. അതിന്റെ എല്ലാം കൂടി സൂപ്പർ പൊസിഷൻ ആയിട്ടാണ് വരുന്നത്. ഡിഫറെന്റ് ഫ്രീക്വൻസീസിന്റെ ഒരു സൂപ്പർ പൊസിഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പം ഡിഫറെന്റ് ഫ്രീക്വൻസീസിന്റെ സൂപ്പർ പൊസിഷൻ ആണെങ്കിൽ പിന്നെ അത് SHM ആവത്തില്ല. അതുകൊണ്ട് തന്നെ പീരിയോഡിക് ബട്ട് നോട്ട് SHM. ഓക്കെ, നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫിഗർ 1423. അത് ഈ പടങ്ങളെല്ലാം ABCD ഈ പടങ്ങളാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. Depicts 4 XT plots for linear motion of a particle. ഒരു പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, XT ആണ്. ഇത് ഇവിടെ ഇല്ല കേട്ടോ, കോപ്പി തന്നെ. ഇതെന്ന് പറഞ്ഞാൽ XT ഗ്രാഫ് ആണ്. X ആക്സിസിൽ പൊസിഷൻ എന്ന് പറയുന്നത് Y ആക്സിസിലും ടൈം എന്ന് പറയുന്നത് X ആക്സിസിലുമാണ് എല്ലായിടത്തും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ പ്ലോട്ട്സ് റെപ്രസെന്റ് പീരിയോഡിക് മോഷൻ. ഇതിന്റെ പീരിയോഡിക് മോഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ആരൊക്കെയാണ്? ആൻഡ് വാട്ട് ഇസ് ദ പീരിയോഡിക് മോഷൻ ഇൻ കേസ് ഓഫ് പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷൻ ആണെങ്കിൽ പീരീഡ് സ്പെസിഫൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നോക്കി, ഇതിന്റെ ഫസ്റ്റ് വൺ നോക്കുക. ഈ മോഷൻ അത് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് ടൈം, അത് ഡിസ്പ്ലേ സമയത്തിനനുസരിച്ച് ഇങ്ങനെ പൊസിഷൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണല്ലോ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ച് ഗ്രാഫ് വരുന്നേ ഇല്ല. ടൈം കൂടുമ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് ഇസ് നോട്ട് പീരിയോഡിക്. പീരിയോഡിക് അല്ല ഈ ഗ്രാഫ്. തിരിച്ച് അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ വരുന്ന പോലും ഇല്ല. സോ അത് പീരിയോഡിക് അല്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. ഇനി ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാല് നോക്കി, ഇപ്പൊ XT ഇവിടുന്ന് ഈ ഒരു സമയത്തിന് ഇവിടെയാണ്. അതിനുശേഷം അതിന്റെ മോഷൻ നമ്മൾക്കൊന്ന് പഠിക്കുകയാണ്. ഇങ്ങനെ താഴെ വരുന്നു, അതിനുശേഷം വീണ്ടും ഇങ്ങനെ വന്നിട്ട് അത് ഇവിടെ എത്തുന്നു. അത് അതിന്റെ ഏത് പൊസിഷനിലാണോ ഒറിജിനൽ ഇരുന്നത് അത് അതേ പൊസിഷനിൽ വരുന്നു. പിന്നെ അതിങ്ങനെ പോകുന്നു, അതിനുശേഷം പിന്നെ ഇങ്ങനെ വന്ന് അത് ഇവിടെ എത്തുന്നു. അപ്പൊ ഇതിനെന്താണ്? ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പം ഇവിടെ എത്തുന്നു. അത് എവിടെയാണോ അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ എവിടെയാണോ അവിടെ തന്നെ അത് തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് അത് തിരിച്ചു വരുന്നത് അത് വരുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. ആൻഡ് ഈവൻ നോക്കുക, അതിന്റെ ആംപ്ലിറ്റ്യൂഡ്സ് എല്ലാം സെയിം ആണ്. അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡും അതിന്റെ മിനിമം ആംപ്ലിറ്റ്യൂഡും എല്ലാം ഒരേ സമയത്ത് കിടക്കുന്നുണ്ട്. സോ ദിസ് ഇസ് എ പീരിയോഡിക് മോഷൻ. ഇതെന്ന് പറയുന്ന ഒരു പീരിയോഡിക് മോഷൻ. ഈ ആ പീരീഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സി, അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ പീരീഡ് ഇതെന്ന് പറയുന്നത് നമുക്കറിയാം. സി, ഇവിടുന്ന് അത് ഇവിടെ ആയിരുന്നു അതിന്റെ എന്താണ് ഫസ്റ്റ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എത്തുന്നത് ഈ ഒരു പൊസിഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ പൊസിഷനിലാണെങ്കിൽ നെക്സ്റ്റ് അത് അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എത്തുന്നത് എപ്പോഴാണ്? വീണ്ടും അത് ഓക്കെ, എന്താ സെക്കൻഡ്. അപ്പൊ നമുക്ക് ടൈം പീരീഡ് നോക്കാം കേട്ടോ. സെക്കൻഡ്. സോ ഈ ഒരു ഇവിടെ നമുക്ക് ഈ പോസിറ്റീവ് സൈഡ് എടുക്കാം എളുപ്പം കണ്ടുപിടിക്കാൻ. സോ ഇവിടെ ഈ ആംപ്ലിറ്റ്യൂഡ് ആണല്ലോ, ഇത് വീണ്ടും തിരിച്ചെത്തുന്നത് ഈ ടൈമിലാണ്. അപ്പൊ ഇത്രയും ഈ ഇവിടെ വരുന്ന ടൈമാണ്. പക്ഷെ ഈ ഗ്രാഫിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് എവിടെയാണ് ആ പോയിന്റ് വന്നിരിക്കുന്നത് എന്ന് കൊടുത്തിട്ടില്ല. ഗ്രാഫ് ഇസ് വെരി അൺഈവൻ. അത് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ പോയിന്റ്സ് മാർക്ക് ചെയ്തിരിക്കുന്നത് 0 കഴിഞ്ഞ് 1 ആണ്, പക്ഷെ 1 കഴിഞ്ഞിട്ട് 3 ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇതുപോലത്തെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ഒരു കൺഫ്യൂഷ്യസ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ നമുക്ക് ഏകദേശം ഇവിടെ ഈ സമയം എന്ന് പറയുന്നതും അതുപോലെ ഇതിന്റെ ഈ സമയത്തിന്റെ കൂടി ഡിഫറൻസ് എടുത്താൽ മതി. ബിക്കോസ് അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഇപ്പം ഇത് 3യുടെയും ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് 2 ഇവിടെയാണ് വരുന്നത് എങ്കിൽ ഇതെന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 1.2 എന്ന് വല്ലതും പറയാൻ വരും. ആൻഡ് ഇതെന്ന് പറയുന്നത് 0.2 എന്ന് വേണമെങ്കിൽ എടുക്കാം. ആൻഡ് ദാറ്റ് കേസ് ടൈം പീരീഡ് എന്ന് പറയുന്നത് വേണമെങ്കിൽ 1 സെക്കൻഡ് എന്ന് പറയാം.
പക്ഷെ എന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 2 seconds. അപ്പം സംഭവം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ആ ടൈം ഇൻട്രോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു ടൈം ടു ഈ ഒരു ടൈം ഇതിന്റെ ഇവിടുന്ന് ഇതിന്റെ ഈ കറസ്പോണ്ടിങ് ടൈം ഇൻട്രോൾസ് സോറി മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോഴത്തേക്കും അതൊന്ന് നോക്കിയാൽ മതി. അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം നമുക്ക് ഇവിടെ തന്നെ വേറൊരു ഗ്രാഫും കൂടി വരുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് നമുക്ക് ഒരെണ്ണം കൂടി പീരിയോഡിക് ആവുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് എക്സാക്ട്ലി അത് കറക്റ്റായിട്ട് അത് ഈ ഗ്രാഫ് എന്ന് പറയാം. അപ്പൊ നമുക്ക് മനസ്സിലാവും കൺസെപ്റ്റ്. നെക്സ്റ്റ് നോക്കി സി ഇത് നോക്കാം. ഓക്കെ, ഈ ഗ്രാഫ് നോക്കിക്കേ. ഇത് കണ്ടിന്യൂ മോഷൻ ഇങ്ങനെ തുടങ്ങുന്നു. ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു ഇതുമില്ലാതെ ഇങ്ങനെ പോയി ഇങ്ങനെ ഇവിടെ വരികയാണ്. അതിനുശേഷം ഇങ്ങനെ പോയിട്ട് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഒക്കെ വേറെ എന്തൊക്കെയോ ആംപ്ലിറ്റ്യൂഡും ഒക്കെ വരികയാണ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ് ദിസ് ഇസ് നോട്ട് പീരിയോഡിക്. ഓക്കെ, ഇത് പീരിയോഡിക് അല്ലാന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പൊസിഷൻ വീണ്ടും വരുന്നത് പോലെയല്ല. അതായത് ഒരു പീരീഡിലെ മോഷൻ അതേപോലെ തന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് റിപ്പീറ്റ് ആണ്. കാര്യം ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ വന്നിട്ട് ഇവിടെ വരുന്ന ഇങ്ങനെ ഒരു പാറ്റേൺ ആണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ്. മനസ്സിലായോ? ഇവിടെ ഇപ്പൊ ഈ ഒരു പൊസിഷനിലേക്ക് അതായത് x=0 എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനിലേക്ക് എപ്പോഴും അത് വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ വരുന്നുണ്ട്, ഈ സെക്കൻഡ്സിൽ വരുന്നുണ്ട്, 10 സെക്കൻഡിൽ വരുന്നുണ്ട്, 13 വരുന്നുണ്ട്. അതായത് ഒരു 3 സെക്കൻഡ് ഇന്റർവെൽ എടുക്കുവാണെങ്കിൽ അവിടെ എല്ലാം എന്താണ് x=0യിലേക്ക് ടൈം പീരീഡ് ഓഫ് 3 സെക്കൻഡ്സിൽ x=0യിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ എന്താണ് ഈ പൊസിഷൻ ജസ്റ്റ് അത് എന്താണ് ഒരു പൊസിഷൻ ജസ്റ്റ് ഒരു പൊസിഷൻ 0 എന്ന് പറയുന്ന x=0 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പൊസിഷൻ മാത്രമല്ല റിപ്പീറ്റ് ചെയ്യേണ്ടത്. ആ ഒരു ടൈം പീരീഡിൽ അതായത് നമ്മൾ 3 സെക്കൻഡ്സിൽ എടുക്കും. ഫസ്റ്റ് ഈ 1 to 4 എന്ന് ഈ 3 സെക്കൻഡ്സിലെ മോഷന്റെ ഇങ്ങനെ ഒരു മോഷൻ ആയിരുന്നു. ഇനി 4 to 7 സെക്കൻഡ്സ് എടുക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് മോഷൻ വരുന്നത്. അപ്പൊ ദാറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. അത് സെയിംലി റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഈവൻ ആംപ്ലിറ്റ്യൂഡ്സ് നോക്കി കഴിഞ്ഞാലും എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് ദിസ് ഇസ് നോട്ട് പീരിയോഡിക് എന്ന് അപ്പൊ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത് നോക്കുക ഡി, ഈ ഗ്രാഫ് നോക്കുക. ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ള പീരിയോഡിക് മോഷനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അറിയാം. അപ്പൊ ഇതിന്റെ ടൈം പീരീഡ് നമുക്ക് നോക്കാലോ. സി ഇവിടെയാണല്ലോ ഫസ്റ്റ് 0 നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് പീരിയോഡിക് ആണല്ലോ. സോ ഇത് 0 നമുക്ക് പോസിറ്റീവ്ലി ഇങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നെഗറ്റീവ് ഡയറക്ഷനിൽ വീണ്ടും ആംപ്ലിറ്റ്യൂഡ് റേസ് ചെയ്ത് തിരിച്ച് വീണ്ടും ഇവിടെ വരികയാണ്. അപ്പൊ ഇത്ര എടുക്കാനുള്ള സമയം എത്രയാണ്? ഈ 2 - 0. സോ ഇതിന്റെ ഇവിടുത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 seconds. ഓക്കെ, അപ്പൊ ഇങ്ങനെ എടുത്താൽ മതി. ആ റിപ്പീറ്റ് ചെയ്യുന്ന ആ ടൈം എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവെൽ കണ്ടുപിടിക്കുക. ദാറ്റ് ഇസ് ദ ടൈം പീരീഡ്. നെക്സ്റ്റ് വൺ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് functions of time represent simple harmonic, periodic but not simple harmonic, and non-periodic motion? Give period for each case of periodic motion. Omega is any positive constant. അപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫങ്ഷൻസ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരുപാട് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. ടൈം ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് സിമ്പിൾ ഹാർമോണിക് ഫങ്ഷൻസ്, ഏതെല്ലാമാണ് പീരിയോഡിക് ആണ് പക്ഷെ സിമ്പിൾ ഹാർമോണിക് അല്ല, ഏതൊക്കെയാണ് നോൺ പീരിയോഡിക് മോഷൻസ് എന്ന് നമ്മൾ പറയണം. ഇനി പീരിയോഡിക് മോഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? പീരീഡ് സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണോ എന്നൊക്കെ നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യണമല്ലോ. ഇപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ എന്താണ്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ആൻഡ് എന്താണ്? ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ആൻഡ് ഇറ്റ് ടേക്സ് ഓഫ് ദ ഫോം എന്താണ്? എ സൈൻ ഒമേഗ ടി പ്ലസ് 5 അല്ലെങ്കിൽ എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഈ ഒരു ഫോം ആയിരിക്കും അത് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റുവാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് എ സൈൻ ഒമേഗ ടി പ്ലസ് 5 അല്ലെങ്കിൽ എ കോസ് ഒമേഗ ടി പ്ലസ് 5 അങ്ങനെയാണെങ്കിലാണ് നമുക്ക് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് ആണ്. സിമ്പിൾ ഹാർമോണിക് ആണെങ്കിൽ ഒബ്വിയസ്ലി ദാറ്റ് ഇസ് പീരിയോഡിക്കും ആണ്. ഓക്കെ, അപ്പം അങ്ങനെ എഴുതാൻ പറ്റും. അതൊക്കെയാണ് നമുക്ക് സിമ്പിൾ ഹാർമോണിക് ആണ് എന്നുള്ളതിന്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഇനി നോക്കാൻ പോവാണ്. ആൻഡ് ഇങ്ങനെ എഴുതുന്ന ഈ എ സൈൻ ഒമേഗ ടി പ്ലസ് 5 അല്ലെങ്കിൽ എ കോസ് ഒമേഗ ടി പ്ലസ് 5 ടൈം പീരീഡ് ഇസ് ഗിവൺ ബൈ 2π
അതിന്റെ ആംഗുലർ ഫ്രീക്വൻസി, അത് ഇവിടെ വരുന്ന ടിയുടെ കോഎഫിഷ്യന്റ്. ഇതൊക്കെ നമ്മൾ കണ്ട കാര്യമാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഓരോ ഫംഗ്ഷൻസും നമുക്ക് ഈ എ സൈൻ ഒമേഗ ടി പ്ലസ് 5 അല്ലെങ്കിൽ എ കോസ് ഒമേഗ ടി പ്ലസ് 5 ഇതിന്റെ ഒരു ഇതായിട്ട് എഴുതാൻ പറ്റുമോ, ആ ഫോമുല എഴുതാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇവിടെ സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി അല്ലേ, ഞാനൊരു √2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയും ഒരു √2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒരേപോലെ ചെയ്യുമ്പോൾ ഇൻ എഫക്റ്റ് ആ ഫംഗ്ഷൻ അതുപോലെ തന്നെ ഇരുന്നോളും. ദാറ്റ് ഇസ് സൈൻ ഒമേഗ ടി ഡിവൈഡ് ബൈ √2 മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ √2. ഇനി നമുക്കറിയാം ഈ കോസ് പൈ ബൈ 4ഉം അതുപോലെ തന്നെ സൈൻ പൈ ബൈ 4, അതായത് കോസ് 45ഉം സൈൻ 45യുടെയും വാല്യൂ സെയിം ആണ്. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 1/√2. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? സൈൻ ഒമേഗ ടി ബൈ √2 മീൻസ് 1/√2 ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 1/√2 ഇൻറ്റു കോസ് ഒമേഗ ടി അല്ലേ. അപ്പൊ ഈ 1/√2ന് പകരം എനിക്ക് ഇപ്പൊ സൈൻ ഒമേഗ ടിയുടെ കൂടെ ഞാൻ കോസ് പൈ ബൈ 4ഉം കോസിന്റെ കൂടെ സൈനും എഴുതാൻ പോവാണ്. എങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഓക്കെ, അപ്പം ഇത് വച്ചിട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം. അതായത് സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടിയെ നമ്മളിപ്പോ ഇങ്ങനെ എഴുതി. ഇനി അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? √2 ഇൻറ്റു സൈൻ ഒമേഗ ടി ആൻഡ് കോസ് പൈ ബൈ 4 മൈനസ് കോസ് ഒമേഗ ടി സൈൻ പൈ ബൈ 4 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മളൊരു റിലേഷൻ, അതായത് ഒരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ഉണ്ട്. നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇല്ലെങ്കിൽ സൈൻ ഓഫ് എ മൈനസ് ബിയുടെ എക്സ്പാൻഷൻ ആണ് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇങ്ങനൊരു എക്സ്പാൻഷൻ ഉണ്ട്. അപ്പൊ അതെനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇയർ എക്ക് പകരം വന്നിരിക്കുന്ന ഒമേഗ ടിയും ബിക്ക് പകരം വന്നിരിക്കുന്ന ആള് പൈ ബൈ 4ഉം ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? √2 ഇൻറ്റു സൈൻ, ഓക്കെ, √2 ഇൻറ്റു സൈൻ, ഇവിടെ എക്ക് പകരം ഒമേഗ ടിയും ബിക്ക് പകരം പൈ ബൈ 4ഉം ആണ്. സോ ഒമേഗ ടി മൈനസ് പൈ ബൈ 4. അപ്പൊ ഇത് നോക്കിക്കേ, ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഇതിനെപ്പുറത്ത് എഴുതാം. എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അത് √2 നമ്മൾക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതായിരുന്നു, സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ എഴുതി? ഇപ്പം നൗ വി ഹാവ് റിട്ടൺ ഇറ്റ് ഇൻ ദിസ് ഫോം, ദാറ്റ് ഇസ് √2 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 4 എന്ന് നമ്മൾ എഴുതി. ഇത് നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് എ സൈൻ ഒമേഗ ടി പ്ലസ് 5യുടെ അതേ ഫോമിലല്ലേ വന്നിരിക്കുന്നത്. അത് ഇറ്റ് ടേക്സ് ദ ജനറൽ ഫോം അല്ലേ. അപ്പൊ ഇത് ദിസ് ഇസ് ഇറ്റ് റെപ്രസെന്റ്സ്, അതുകൊണ്ട് തന്നെ നമുക്ക് ജനറൽ ഫോമിനെ കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റുന്നത് ഇറ്റ് റെപ്രസെന്റ്സ് SHM. ഇപ്പൊ SHM ആണ്. SHM മീൻസ് പീരിയോഡിക് ആണ്. അപ്പൊ ആ പീരീഡ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പീരീഡ് സ്പെസിഫൈ ചെയ്യണം. പീരീഡ് ഇസ് ഗിവൺ ബൈ 2π ബൈ ആംഗുലർ ഫ്രീക്വൻസി ആണ്. അത് നമ്മുടെ ഇവിടെ വരുന്ന ടൈമിന്റെ കോഎഫിഷ്യന്റ് നോക്കിയാൽ മതി. ഇറ്റ് ഇസ് ഒമേഗയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇതിന്റെ ഫ്രീക്വൻസി, ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π ബൈ ഒമേഗ. ഇനി അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇത് സൈൻ 3 ഒമേഗ ടി അല്ല, ദിസ് ഇസ് സൈൻ ക്യൂബ് ഒമേഗ ടി ആണ് കേട്ടോ. സൈൻ ക്യൂബ് ഒമേഗ ടി ആണ്. അപ്പൊ ഇതിന് ഒരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഇത് അറിയാമെന്ന് അറിയില്ല, ബട്ട് ദർ ഇസ് ദിസ് ഐഡന്റിറ്റി. അത് നമ്മൾ സൈൻ ക്യൂബ് എക്സിന്റെ എക്സ്പാൻഷൻ ആണ് 1/4 ഇൻറ്റു 3 സൈൻ എക്സ് മൈനസ് സൈൻ 3x. അപ്പൊ ഈ ഒരു എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ എഴുതാൻ പറ്റുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഈ എക്സിന് പകരം ഒമേഗ ടി വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ എനിക്ക് ഈ സൈൻ ക്യൂബ് ഒമേഗ ടി എങ്ങനെ എഴുതാൻ സാധിക്കും? ഈ എക്സ്പാൻഷൻ കൊടുക്കുമ്പോൾ 1/4 ഇൻറ്റു 3 സൈൻ ഒമേഗ ടി മൈനസ് സൈൻ 3 ഒമേഗ ടി എന്ന് എഴുതാമല്ലോ. അപ്പൊ എനിക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഇനി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിനെ ഒന്ന് കൺസിഡർ ചെയ്യും. ഇപ്പം എനിക്ക് ഇതിനെ ഇങ്ങനെ എഴുതാമല്ലോ, 1/4 3 സൈൻ ഒമേഗ ടി മൈനസ് 1/4 സൈൻ 3 ഒമേഗ ടി. നമ്മുടെ ജനറൽ ഫോം എന്ന് പറയുന്നത് എ സൈൻ ഒമേഗ ടി പ്ലസ് 5 ആണ്. ഇപ്പൊ 5 0 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ then it will become എ സൈൻ ഒമേഗ ടി. അപ്പൊ നിങ്ങൾ ഈ ഇൻഡിവിജ്വൽ ടേംസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 1/4 3 സൈൻ ഒമേഗ ടിയും SHM ആണ്. 1/4 സൈൻ 3 ഒമേഗ ടി എന്ന് പറയുന്നതും ഇൻഡിപെൻഡന്റ്ലി അത് SHM ആണ്. കാര്യം ഇറ്റ് ഈസ് ഓഫ് ദ ഫോം, ഇൻഡിപെൻഡന്റ് ടേംസ് എടുക്കുകയാണെങ്കിൽ. പക്ഷേ നമുക്ക് അതിന്റെ ഫ്രീക്വൻസി നോക്കിക്കേ.
ഇങ്ങനെ സൂപ്പർപോസ്ഡ് ആയിട്ടുള്ള ഈ ഒരു രണ്ട് ഫംഗ്ഷൻസിന്റെ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി ഇവിടെ ഒമേഗയും ഇവിടെ 3 ഒമേഗയുമാണ്. അപ്പൊ അതിന്റെ ഫ്രീക്വൻസീസ് സെയിം അല്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് അതിന്റെ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് SHM ആയിരിക്കില്ല. ഓക്കെ, സോ സൂപ്പർ പൊസിഷൻ ഓഫ് ദീസ് ടു, അതായത് ഇതിന്റെ രണ്ട്, അതായത് 3/4 സൈൻ ഒമേഗാറ്റിയുടെയും 1/4 സൈൻ 3 ഒമേഗാറ്റിയുടെയും സൂപ്പർ പൊസിഷൻ ആണ് ഈ റിസൾട്ടിങ് സൈൻ ക്യൂബ് ഒമേഗാറ്റി. അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രീക്വൻസീസ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് നോട്ട് ആൻ SHM as the superposition doesn't represent SHM. Okay, doesn't represent the SHM motion. അപ്പൊ അതുകൊണ്ട് പറ്റില്ല. അപ്പം ബട്ട് നോക്കൂ, നമ്മളൊക്കെ സൂപ്പർപൊസിഷൻ ഇൻഡിപെൻഡന്റ്ലി അത് സൈൻ SHM ആണ്. സൂപ്പർപൊസിഷൻ SHM അല്ലാന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പീരിയോഡിക് ആയിരിക്കും, ബിക്കോസ് സൈൻ ഫംഗ്ഷൻ ആണ്. ദിസ് ടു ടേംസ് ആർ സൈൻ ഫംഗ്ഷൻസ്. സൈൻ ഫംഗ്ഷൻസ് ഇൻ ജനറൽ, സൈൻ ഫംഗ്ഷൻസ് എന്താണ്, പീരിയോഡിക് ആണ്. സോ ദേ ആർ പീരിയോഡിക് as they are സൈൻ ഫംഗ്ഷൻസ്. അപ്പൊ അതിന്റെ ടൈം പീരീഡ് ഇപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ടൈം പീരീഡ് എങ്ങനെയാണ്, ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π നമ്മുടെ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഏറ്റവും ചെറിയ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി ആർക്കാണോ എന്ന് ലീസ്റ്റ് ടൈം പീരീഡ് ആണ്. ഒരു സൂപ്പർ പൊസിഷനിൽ വരുമ്പോൾ രണ്ട് വേവ്സ് അങ്ങനെ സൂപ്പർ പൊസിഷൻ ചെയ്യുമ്പോഴത്തേക്കും ആ ലീസ്റ്റ് ആംഗിൾ ഓഫ് ഫ്രീക്വൻസി ആർക്കാണോ അത് വെച്ചിട്ടായിരിക്കും ടൈം പീരീഡ് വരുന്നത്. അപ്പം ഇവിടുത്തെ ഫ്രീക്വൻസി, ആംഗിൾ ഓഫ് ഫ്രീക്വൻസി ഒമേഗയും ഈ 1/4 3 സൈൻ ഒമേഗാറ്റിയുടെ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി 3 ഒമേഗയോ. അപ്പൊ ഒമേഗയും 3 ഒമേഗയും കൂടി ലീസ്റ്റ് വരുന്ന ആൾ ഒമേഗയല്ലേ. സോ ഇവിടെ 2π/ഒമേഗ. ഇതാണ് ഇതിന്റെ ടൈം പീരീഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക, 3 cos π/4 - 2 ωt. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം, എങ്ങനെയെങ്കിലും എഴുതാമോ എന്ന് നോക്കാം. അപ്പൊ നമ്മൾ ജനറലി എപ്പോഴും നമ്മളുടെ a cos ωt + 5 എന്നാണ് നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്, ഈ 2 ωt നമ്മളെടുത്ത് മുന്നിൽ വെക്കുക ചെയ്യാറുള്ളത് നോർമലി. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ മുന്നിൽ എടുത്ത് വെക്കാം. സോ 3 cos, ഞാനിതിനെ മുന്നിൽ എടുക്കുമ്പോൾ ഹിയർ മൈനസ് ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ആ മൈനസിൽ നിന്ന് പുറത്തെടുക്കാം. സോ 2 ωt, ഇത് -π/4 എന്ന് എനിക്ക് ഇടേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാലോ. ദെൻ ഇനി നമുക്ക് ഇനി ഇവിടെ ഒരു ഐഡന്റിറ്റി ഉണ്ട്, ലൈക്ക് സി കോസ് ഓഫ് -x-ഉം cos x-ഉം സെയിം ആണ്. സോ ഈ ബ്രാക്കറ്റിലുള്ള ആളും അതുപോലെ തന്നെ ആ നെഗറ്റീവ് ഇല്ലാതെ എഴുതിയാലും അതിൻ്റെ അത് സെയിം ആയിരിക്കും ഉറപ്പായിട്ടും. അതുകൊണ്ട് എനിക്ക് ഇതിനെ ഇങ്ങനെ എഴുതുന്നതിന് കുഴപ്പമില്ല, cos 2 ωt - π/4 എന്ന് എഴുതാം. ബിക്കോസ് കോസ് ഓഫ് -x-ഉം cos x-ഉം സെയിം ആണ്. ഇത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഇതെല്ലാം പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ എന്തായാലും +1 ലെവൽ പഠിക്കാനുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ലൈക്ക് a cos ωt + 5 ഫോർമുല തന്നെയാണ്. സോ എന്താണ്, ഇറ്റ് ഈസ് ആൻ SHM. ആൻഡ് ഇനി അതിന്റെ ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2π നമ്മളുടെ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി. അപ്പൊ ഇവിടുത്തെ ടിയുടെ കോഎഫിഷ്യന്റ് 2 ഒമേഗയാണ്. സോ 2π/2 ഒമേഗ. സോ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി ഇസ് π/ഒമേഗ. ഇനി അടുത്ത് നോക്കുക, cos ωt + cos 3 ωt + cos 5 ωt. അപ്പൊ നമുക്കറിയാം കോസ് ഫങ്ഷൻസ് ആണെങ്കിൽ കോസും സൈനും ഒക്കെ സെപ്പറേറ്റ്ലി എന്ന് പറയുന്നത് SHM ആണ്. ഇൻഡിവിജ്വൽ ഫങ്ഷൻസ് ഈ cos ωt, cos 3 ωt, cos 5 ωt എല്ലാം SHM ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ നോക്കുക, ഒരു ആംഗിൾ ഓഫ് ഫ്രീക്വൻസി ഡിഫറെന്റ് ആണ്. ഒന്ന് ഒമേഗ, ഒരെണ്ണം 3 ഒമേഗ, ഒരെണ്ണം 5 ഒമേഗ. അതുകൊണ്ട് തന്നെ എന്റെ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് നോട്ട് സിമ്പിൾ ഹാർമോണിക്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി വ്യത്യാസമാണ്. സൂപ്പർ പൊസിഷൻ ഈസ് നോട്ട് സിമ്പിൾ ഹാർമോണിക്. കാര്യം ആംഗിൾ ഓഫ് ഫ്രീക്വൻസി വ്യത്യാസമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം കോസ് ഫംഗ്ഷൻസ് എല്ലാം പീരിയോഡിക് ആണ്. ദാറ്റ്ഫോർ ഇത് പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കും ഇതിന്റെ സൂപ്പർ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ. നേരത്തെ പറഞ്ഞ പോലെ പീരിയോഡിക് ഫംഗ്ഷന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π ലീസ്റ്റ് ആംഗിൾ ഓഫ് ഫ്രീക്വൻസി നോക്കുക. അപ്പൊ ഇവിടെ നോക്കിക്ക് ഒരെണ്ണം ഒമേഗ, ഒരെണ്ണം 3 ഒമേഗ, ഒരെണ്ണം 5 ഒമേഗ. അതുകൊണ്ട് ലീസ്റ്റ് ആയിട്ട് വരുന്ന ആള് ഒമേഗ. സോ 2π/ഒമേഗ. നെക്സ്റ്റ് നോക്കുക, ഇതെന്ന് പറയുന്നത് ഇതിങ്ങനെയാണ് കേട്ടോ, e⁻−ω²t² എന്നുള്ളതാണ്. അത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജനറലി ഈ പവർ എന്തെങ്കിലും സാധനം, ദാറ്റ് ഇസ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അതെന്ന് പറയുന്നത് എന്താണ്, ഒരിക്കലും റിപ്പീറ്റ് ചെയ്യത്തില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഫംഗ്ഷനേ അല്ല. അതുകൊണ്ട് ഇറ്റ് ഇസ് നോൺ പീരിയോഡിക് ഫംഗ്ഷൻ. കാര്യം ഇത് റിപ്പീറ്റ് ചെയ്യത്തേയില്ല എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം 1 + ωt+, ഓക്കെ ഞാനിത് ഒന്നും എഴുതാം,
ദിസ് ക്വസ്റ്റ്യൻ ഈസ് 1 പ്ലസ് ഒമേഗ ടി പ്ലസ് ഒമേഗ സ്ക്വയർ ടി സ്ക്വയർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫോമിനെ ഇത് ഇ പവർ ഒമേഗ ടിയെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഫസ്റ്റ് 3 ടേംസ് ആണ്. എക്സ്പോണൻഷ്യൽ സീരീസിന്റെ ഫസ്റ്റ് 3 ടേംസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ദിസ് റെപ്രസെന്റ് എ നോൺ പീരിയോഡിക് ഫംഗ്ഷൻ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ദിസ് ഇസ് ക്വസ്റ്റ്യൻ 5. എ പാർട്ടിക്കിൾ ഈസ് ഇൻ ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ബിറ്റ്വീൻ 2 പോയിന്റ്സ് എ ആൻഡ് ബി which is 10 centimeter apart. അപ്പം 10 സെന്റിമീറ്ററിൽ അകലെയുള്ള 2 പോയിന്റ് ആണ് എയും ബിയും. ഇതിന്റെ ഡിസ്റ്റൻസ് ആണ്, ഇതിന്റെ രണ്ടിന്റെ ഡിസ്റ്റൻസ് ആണ് 10 സെന്റിമീറ്റർ. ഓക്കെ, അതിലുള്ള 2 പോയിന്റ് ആണ്. അപ്പൊ ഈ 2 പോയിന്റുകളുടെ ഇടയിൽ നിന്ന് ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ടേക്ക് ദ ഡയറക്ഷൻ ഫ്രം, അപ്പം അത് ഇവിടം വരെ വരുന്നു, അതിനുശേഷം അത് ഇവിടം വരെ പോകുന്നു, അത് തിരിച്ചു വരുന്നു, അതിനുശേഷം ഇങ്ങോട്ട് പോകുന്നു, മോഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. ടേക്ക് ദ ഡയറക്ഷൻ ഫ്രം എ ടു ബി ആസ് പോസിറ്റീവ് ഡയറക്ഷൻ. എയിൽ നിന്നും ബിയിലേക്ക് പോകുന്ന ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഗിവ് ദ സൈൻസ് ഓഫ് വെലോസിറ്റി, ആക്സിലറേഷൻ ആൻഡ് ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ വെൻ ഇറ്റ് ഈസ് അറ്റ് ദ സ്പെസിഫൈഡ് പൊസിഷൻ. ഇവിടെ കുറച്ച് പൊസിഷൻസ് തന്നിട്ടുണ്ട്. ആ സമയത്ത് വെലോസിറ്റിയുടെയും ആക്സിലറേഷന്റെയും ഫോഴ്സിന്റെയും സൈൻസ് എങ്ങനെയായിരിക്കും, അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അറ്റ് ദ എൻഡ് എ, ഇപ്പൊ നോക്കുക, നമ്മുടെ പാർട്ടിക്കിൾ എയും ബിയും ഇവിടെ ഇങ്ങനെ 2 സൈഡിലാണല്ലോ. അപ്പൊ പാർട്ടിക്കിൾ എയിലായിരിക്കുമ്പോൾ അതിന്റെ വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു എക്സ്ട്രീം എൻസിൽ SHM എക്സ്ട്രീം എൻസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പം എയില് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. വെലോസിറ്റി 0 ആണെങ്കിലും ആക്സിലറേഷൻ മാക്സിമം ഈ എൻ പോയിന്റിലായിരിക്കും. ആൻഡ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ, ഇതാണ് ഇപ്പൊ മെയിൻ പൊസിഷൻ, ഇതാണെങ്കിൽ ഇതാണ് നമ്മുടെ മെയിൻ പൊസിഷൻ, ഇങ്ങോട്ടായിരിക്കും ആക്സിലറേഷന്റെ ഡയറക്ഷൻ വരുന്നത് അല്ലെ. അപ്പം ആക്സിലറേഷൻ എന്താണ്, ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഈ ഒരു എ ടു ബി പോസിറ്റീവ് എടുക്കാനാണ് പറഞ്ഞത്. ഇപ്പൊ ഇങ്ങോട്ടായിരിക്കും ആക്സിലറേഷൻ ഡയറക്ഷൻ. സോ എ ടു ബി പോസിറ്റീവ് ഡയറക്ഷൻ ആയതുകൊണ്ട് ആക്സിലറേഷൻ ഈ കേസിൽ പോസിറ്റീവ് ആണ്. ആൻഡ് ഫോഴ്സ്, ആക്സിലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഫോഴ്സ് പോസിറ്റീവ് തന്നെയാണ്, അത് ഒരേ ഡയറക്ഷനിലാണ്. ഓക്കെ, അതുകൊണ്ട് അത് അങ്ങനെയാണ്, ഫോഴ്സ് ആൻഡ് ആക്സിലറേഷൻ സെയിം ഡയറക്ഷൻ. സോ ഇതാണ് എയിൽ. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് അറ്റ് ദ എൻഡ് ബിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇനി ഇവിടുന്ന് ഇതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. അപ്പൊ ഇതാണ് എ ആൻഡ് ദിസ് ഇസ് ബി. ഇനി ചോദിച്ചിരിക്കുന്ന ഇഫ് ഇറ്റ് ഇസ് ഇൻ ബി, ഈ എൻ പോയിന്റിൽ നമുക്കറിയാം എക്സ്ട്രീം പോയിന്റ്സിൽ എപ്പോഴും വെലോസിറ്റി 0 ആണ്. ആൻഡ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് മാക്സിമം ആണ്. പക്ഷെ ഇത് മെയിൻ പൊസിഷനിലേക്ക് ആയിരിക്കും ആക്സിലറേഷൻ ഡയറക്റ്റ് ആണ്. അതായത് എ ടു ബി ആണ് പോസിറ്റീവ് എടുക്കാൻ പറഞ്ഞത്. ഇവിടുന്ന് ഇത് ഡയറക്ഷൻ ഇങ്ങോട്ടാണ് വരിക, ബി ടു മെയിൻ പൊസിഷനിലേക്കാണ് വരിക. അപ്പൊ ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ആക്സിലറേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബിക്കം നെഗറ്റീവ്. ഓക്കെ, ആക്സിലറേഷന്റെ ഡയറക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ നെഗറ്റീവ് ഡയറക്ഷൻ. അതുകൊണ്ട് ആക്സിലറേഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സൈൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. ആക്സിലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ഫോഴ്സ് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ഗോയിങ് ടുവേർഡ്സ് എ. അപ്പൊ നമ്മുടെ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് എയും ബിയും. ഈ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ പൊസിഷൻ, മിഡ് പോയിന്റ്. അപ്പൊ മിഡ് പോയിന്റിലാണ് ഇപ്പൊ ഈ പാർട്ടിക്കിൾ നിൽക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് മൂവിങ് ടുവേർഡ്സ് എയിലേക്ക് മൂവ് ചെയ്യാൻ പോവാന്നാണ്. അപ്പൊ നമുക്കറിയാം SHMന്റെ വെലോസിറ്റി മാക്സിമം വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പം വെലോസിറ്റി ഇവിടെ 0 അല്ല, വെലോസിറ്റിക്ക് വാല്യൂ ഉണ്ട്. പക്ഷെ ഇവിടെ നോക്കുക, അതെന്ന് പറഞ്ഞാൽ മൂവിങ് ടുവേർഡ്സ് ആണ്, ഈ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എ ടു ബി ആണ് പോസിറ്റീവ് എടുക്കുന്നത്. തിരിച്ച് ഇത് എയിലേക്ക് പോവാന്ന് പറയുമ്പോൾ എന്താണ്, തിരിച്ച് ഇങ്ങോട്ടുള്ള ഈ ഡയറക്ഷനാണ്. അപ്പൊ ഇങ്ങോട്ടുള്ള ഡയറക്ഷനിൽ നമ്മുടെ സൈൻ നെഗറ്റീവ് ആയിട്ട്, അത് നെഗറ്റീവ് ഡയറക്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ നെഗറ്റീവ് ആയിട്ട് വരും. ആൻഡ് ആക്സിലറേഷന്റെ കാര്യം നോക്കുക, ആക്സിലറേഷൻ എന്ന് പറയുന്നത് മെയിൻ പൊസിഷനിൽ ആക്സിലറേഷൻ 0 ആണ്. സോ ആക്സിലറേഷൻ ഇസ് 0 അറ്റ് ദാറ്റ് മെയിൻ പൊസിഷൻ. ആക്സിലറേഷൻ 0 ആണെങ്കിൽ നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു m into a ആണല്ലോ. സോ ദാറ്റ് ഇസ് ഓൾസോ 0. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, 2 centimeter away from B going towards A. ബിയിൽ നിന്നും 2 സെന്റിമീറ്റർ അകലെ മാത്രം എന്നാൽ എയിലേക്ക് പോകുന്നു. ദാറ്റ് ഇസ് നമ്മുടെ പാർട്ടിക്കിൾ ഇത് എയും ഇത് നമ്മുടെ പാർട്ടിക്കിൾ ബിയും ആണെങ്കിൽ 2 centimeter away from B. അപ്പൊ ഏകദേശം ഒരു 2 സെന്റിമീറ്റർ. ഇപ്പൊ ഇത് ഇവിടെയാണ് നമ്മുടെ പാർട്ടിക്കിൾ ഇരിക്കുന്നത് വിചാരിക്കാം. ആൻഡ് ദാറ്റ് ഇസ് ഇവിടെയാണ് നമ്മുടെ ഇപ്പൊ പാർട്ടിക്കിൾ ഇവിടെ ഇരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഇസ് ഗോയിങ് ടുവേർഡ്സ് എ, അത് എയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, അത് മോഷനിലാണ് പാർട്ടിക്കിൾ, അത് പാർട്ടിക്കിൾ മോഷൻ ആണെങ്കിലും. അപ്പം ഈ പോയിന്റിൽ എത്തുമ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്,
ഇറ്റ് വിൽ ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ഡയറക്റ്റഡ് ടുവേർഡ്സ് എ ആണല്ലോ. അപ്പൊ ടുവേർഡ്സ് എയിലേക്ക് അവിടെ വരുന്നത് നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. സോ വെലോസിറ്റി അവിടെ നെഗറ്റീവ് ആവുന്നു. പിന്നെ അവിടെ ആക്സിലറേഷൻ നോക്കിക്കേ, ഇത് ടുവേർഡ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. സോ ഒബിയസ്ലി ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. ആക്സിലറേഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് ഫോഴ്സും നെഗറ്റീവ് ആണ്. ഓക്കെ, കാര്യം നെഗറ്റീവ് ഡയറക്ഷനിലാണ്, അതുകൊണ്ട് ഇവിടെ 3 നെഗറ്റീവ് ആവുന്നു. ഇനി അടുത്ത് നോക്കുക, 3 സെന്റിമീറ്റർ അവേ ഫ്രം എ ഗോയിങ് ടുവേർഡ്സ് ബി. ഓക്കെ, അത് നമ്മുടെ പാർട്ടിക്കിൾ, ഇതാണ് എ, ഇതാണ് നമ്മുടെ ബി എന്ന് പറഞ്ഞ പൊസിഷൻ. അപ്പം 3 സെന്റിമീറ്റർ അവേ ഫ്രം എ ആണ്. അപ്പൊ ഏകദേശം പാർട്ടിക്കിൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കാം. ആൻഡ് ഇറ്റ് ഇസ് ഗോയിങ് ടുവേർഡ്സ് ബി, ബിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ടുവേർഡ്സ് പോസിറ്റീവ് ഡയറക്ഷനിലേക്കാണ്, അതുകൊണ്ട് വെലോസിറ്റി അവിടെ പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ഡയറക്ഷൻ ആണല്ലോ, അപ്പം ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ആക്സിലറേഷൻ പോസിറ്റീവ് ആയതുകൊണ്ട് ഫോഴ്സും പോസിറ്റീവ് ആണ്. ഇനി അടുത്ത് നോക്കുക, അറ്റ് 4 സെന്റിമീറ്റർ അവേ ഫ്രം ബി ഗോയിങ് ടുവേർഡ്സ് എ. ഇത് നമ്മുടെ എ എന്ന് പറഞ്ഞ പൊസിഷൻ ഇവിടെയും ബി എന്ന് പറഞ്ഞ പൊസിഷൻ ഇവിടെയാണെന്ന് വിചാരിക്കുക. 4 സെന്റിമീറ്റർ അവേ ഫ്രം ബി, ഇപ്പൊ ഏകദേശം ഇവിടെയാണെന്ന് വിചാരിക്കുക. ഇവിടെയാണ് നമ്മുടെ പാർട്ടിക്കിൾ ഇപ്പൊ ഇരിക്കുന്നത്. ജസ്റ്റ് ഗോയിങ് ടുവേർഡ്സ് എയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഡയറക്ഷൻ എ ടുവേർഡ്സ് എ എന്ന് പറഞ്ഞ ഡയറക്ഷൻ നെഗറ്റീവ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ അവിടെ ഒബിയസ്ലി അവിടുത്തെ വെലോസിറ്റി നെഗറ്റീവ് ആണ്, ആക്സിലറേഷനും നെഗറ്റീവ് ആണ്, ഫോഴ്സ് എന്ന് പറയുന്നതും ആക്സിലറേഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് ഫോഴ്സും നെഗറ്റീവ് ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇതാണ് ഈ പ്രോബ്ലംസ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സെറ്റ് ഓഫ് പ്രോബ്ലംസ് ചെയ്യാം. സോ താങ്ക് യു.